അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളുമൊക്കെ അനുഭവിച്ച് അവസാനം റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല കുടുംബസമേതം മക്കളോടൊത്ത് സ്വർഗത്തിൽ വാഴാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകളെങ്കിലും ഒരു പ്രയാസം തോന്നിപ്പോകാൻ സാധ്യതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുണ്ടാവും. ഭർത്താവിന്റെ സ്വഭാവം വളരെ പരുഷമാവുകയും അതനുസരിച്ച് ഭാര്യയുടെ സ്വഭാവം വളരെ വഷളാവുകയും ഒക്കെ ചെയ്ത് അങ്ങേയറ്റത്തെ പ്രയാസം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അത്തരം ആളുകൾ നാളെ പരലോകത്ത് ദമ്പതികളായി ഒരുമിച്ച് കൂടണമെന്ന് ദുആ ചെയ്താൽ സ്വാഭാവികമായും കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു പ്രയാസമാവും. എന്നാൽ നമ്മുടെ ഭർത്താവല്ല, ഭർത്താവിന് അള്ളാഹു പുനർസൃഷ്ടിക്കുക. ഈ സ്വഭാവമുള്ളവനല്ല നമ്മളെ ഭർത്താവ്, ഈ ഒലബളെന്ന പുരുഷനല്ല, ഈ സ്നേഹം കുറഞ്ഞ ഭാര്യയല്ല. അല്ല പറഞ്ഞു ഇന്ന അൻഷനാഹുന്ന ഇൻഷാ. മറ്റൊരു നിർമ്മാണം അള്ളാഹു പരലോകത്തെത്തുമ്പോൾ ഭാര്യനെയും ഭർത്താവിനെയും മാറ്റി സൃഷ്ടിക്കും. അപ്പം എങ്ങനെ ഉണ്ടാവും വെച്ചാൽ സുന്ദരികളായിരിക്കും. റസൂലുള്ള പറഞ്ഞത് വസവ്വജനാഹും ബിഹൂരിൻ ഐൻ. സുന്ദരികളായ ആ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു സ്വർഗത്തിൽ കയറാൻ ഭാഗ്യം ലഭിച്ച ദമ്പതികൾ, അതിൽ ഒരാൾ ഭൂമിയിലേക്ക് വെറുതെ നോക്കിയാൽ മതി, ആകാശഭൂമി പ്രകാശപൂരിതമാവും. അത്ര സൗന്ദര്യം ഒരു ലോകത്ത് ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല. അത്ര സൗന്ദര്യം ഉണ്ടാവും. അതുമാത്രവുമല്ല, ഏറ്റവും നല്ല സുശീല, ഏറ്റവും നല്ല സുശീലൻ, ഒരു നിലക്കും ഭാര്യയെ പരിഗണിക്കാത്തവനല്ല. അങ്ങനെ ഉള്ള ആളുകളെയാണ് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക. ആ കൂട്ടത്തിൽ മറ്റൊരു നിർമ്മാണം നടത്തി സന്തോഷപൂർവ്വം സ്വർഗത്തിൽ എത്തിച്ചേരാൻ അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുഹ്റൂഫിലെ ഒരായത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. നമുക്ക് ആ ആയത്തിന്റെ സാരമൊന്ന് പരിശോധിക്കാം. അള്ളാഹു പറയുന്നു അൽ അഖില്ലാഉ യൗമൈദിൻ ബഅലുഹും ലിബഅലിൻ അദുവ. കൂട്ടുകാർ, സുഹൃത്തുക്കൾ, അവർ നാളെ പരലോകത്തെത്തുമ്പോൾ ബഹുഭൂരിഭാഗം സുഹൃത്തുക്കളും പരസ്പരം ശത്രുക്കളാവും. ബഅലുഹും ലിബഅലിൻ അദുവൻ, ശത്രുക്കളായിട്ട് വരിക. കാരണം അവര് കഞ്ചാവിന്റെയും ലഹരിയുടെയും തമ്മാടിത്തത്തിന്റെയും പേരിൽ കൂട്ടുകാരായതാണ്. അത്തരം ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോൾ പരസ്പരം ശത്രുക്കളായി മാറും. എന്നു മാത്രമല്ല, ഖുർആൻ പറഞ്ഞു ഇല്ലൽ മുത്തഖീൻ. എന്നാൽ കൂട്ടുകാരിൽ രണ്ടു തരം ആളുകളുണ്ട്. ഒന്ന് തഖ്വയുള്ള കൂട്ടുകാരാണ്. അവർ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ച് കൂട്ടുകാരനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച കൂട്ടുകാരനാണ്. അവരൊഴികെ അവർ ശത്രുക്കളല്ല, അവർ മിത്രങ്ങളാ. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കേണ്ട സുഹൃത്തുക്കൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന കൂട്ടുകാരനായിരിക്കണം. നേരെ മറിച്ച് എല്ലാ തമ്മാടിത്തവും വഞ്ചനയും സാമ്പത്തികമായ കെടുകാര്യസ്ഥകളൊക്കെ നിർവഹിക്കുന്ന കൂട്ടുകാരാണ് കൂടെ നടക്കുന്നെങ്കിൽ മയ്യത്ത് പരലോകത്തെത്തുമ്പോൾ പോലും പരസ്പരം ശത്രുക്കളായി. എന്നിട്ട് അള്ളാഹു പറയാം മുത്തഖീങ്ങളായി ജീവിച്ച കൂട്ടുകാരെ, അങ്ങനെ ജീവിച്ചു മരിച്ച കൂട്ടുകാരെ അള്ളാഹു നാളെ പരലോകത്ത് വിളിക്കും. ആ കൂട്ടുകാരിൽ ആര് പെടും? ഭാര്യ ഭർത്താക്കന്മാരും പെടും. അവരും കൂട്ടുകാരാണ്. അവരല്ലാഹു നാളെ പരലോകത്ത് വിളിച്ചിട്ട് പറയും യാ ഇബാദ്, എന്റെ ദാസന്മാരെ, എന്റെ നിയമങ്ങളും സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യന്മാരെ, ലാ ഖൗഫുൻ അലൈക്കും യൗം, ഇന്നു മുതൽ നിങ്ങൾക്കൊരു ഭയവും വേണ്ട. നിങ്ങളെ ഭയം കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി രോഗമില്ല, നിങ്ങൾ നിത്യ യൗവനത്തിന്റെ ആളുകളാണ്, എന്നെന്നും നിങ്ങളുടെ യൗവനം നിലനിർത്തുന്ന സ്ഥലമാണിത്, പേടിക്കണ്ട. വല അൻതും തഹ്സനൂൻ,
ഒരു നിലക്കുള്ള ദുഃഖവും ഇനി മുതൽ നിങ്ങൾക്കില്ല എന്നല്ല വിളിച്ചു പറയും. അല്ല എന്നെ നേരിട്ട് വിളിച്ചു പറയും, യാ ഇബാദ്, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച മനുഷ്യരെ എന്നാണ് വിളിക്കുന്നത്. എന്താ അല്ല പറയാ? അങ്ങനെ ജീവിച്ച ആളുകൾ ആരാന്നൊന്നും കൂടി പറഞ്ഞു. അല്ലദീന ആമനു ബി ആയാത്തിന വകാനു മുസ്ലിമീൻ. അല്ലദീന ആമനു ബി ആയാത്തിന, അവർ നമ്മുടെ ആയത്തുകളിൽ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിച്ചവരാണ്, ഈമാനുള്ളവരാണ്. വകാനു മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളായി ജീവിച്ചു. അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അങ്ങനെ ഉള്ള ആളുകളാണ്. അവരെയാണ് അള്ളാഹു, എന്റെ ദാസന്മാരെ ഇന്നു മുതൽ നിങ്ങൾ ദുഃഖിക്കേണ്ട, ഭയപ്പെടേണ്ട എന്നുള്ള പറഞ്ഞ് ബാക്കി തുടരുക. ഉദ്ഖുലുൽ ജന്നത്ത അൻതും അസുവാജുക്കും, നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിൽ പ്രവേശിച്ചോളൂ. ഉദ്ഖുലുൽ ജന്ന അൻതും അസുവാജുക്കും തഹ്ബുറൂൻ, ആനന്ദത്തോടെ സന്തോഷത്തോടെ കൺകുളിർമയോടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അള്ളാഹു ഒരുക്കിയ അലംഘനീയമായ സ്വർഗത്തോപ്പിൽ പ്രവേശിക്കാം. ആ ഭാഗ്യം ലഭിക്കണമെങ്കിൽ ജീവിതത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും നമ്മളുടെ മോഹങ്ങൾ തൽക്കാലം മാറ്റിവെക്കുകയും മോഹലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി ലോകത്തേക്ക് മാറി വരികയും ചെയ്തെങ്കിൽ മാത്രമേ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഭാര്യയും ഭർത്താവും ഒക്കെ സ്വർഗത്തിലെത്തുകയുള്ളൂ. അവിടെ അവരെ സംരക്ഷിക്കാൻ, അവരെ പരിപാലിക്കാൻ അല്ല പറയുന്നു, യുത്താഫു അലൈഹിം ബി സിഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്, അവർക്ക് സ്വർണത്തിന്റെ തളികകളും കോപ്പകളുമായി അവരുടെ കൂടെ അവരുടെ ഭക്ഷണം കഴിക്കാനുള്ള, അവരുടെ വെള്ളം കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവരുടെ കൂടെ അങ്ങനെ കറങ്ങി നടക്കും സ്വർഗത്തിൽ കയറിയാൽ. ആ ഭാര്യ ഭർത്താക്കന്മാരുടെ കൂടെ അള്ളാഹുവിന്റെ സ്വർണ തളികകൾ ഇവരുടെ കൂടെ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഫീഹ മാ തസ്തഹീഹിൽ അൻഫുസ്, അവിടെ മനസ്സെന്ത് കൊതിക്കുന്നുവോ അതാ സ്വർഗത്തിൽ അള്ളാഹു നൽകും. നിങ്ങളെ മനസ്സ് കൊതിക്കുന്നത് അത് അള്ളാഹു സ്വർഗത്തിൽ നൽകും. വലത്ത തലദുൽ അയ്യുൻ, കണ്ണുകൾക്ക് കുളിർമയുള്ള, കണ്ണിന് കുളിർമയുള്ള, മനസ്സിന്റെ മോഹം തീർക്കുന്ന എല്ലാ സൗകര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തിൽക്കൽ ജന്ന, ആ സ്വർഗം അല്ലത്തി ഊരിസ്തുമോഹ, അത് നിങ്ങൾ അനന്തരമായി കിട്ടിയതല്ല. നമ്മളിവിടെ നമ്മളെ മാതാപിതാക്കൾ മരിച്ചാൽ അനന്തര സ്വത്തിട്ടുമല്ലോ, അതുപോലെ അനന്തരമായി അള്ളാഹു നൽകുകയാണ്. എന്താ കാരണം? ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സ്വർഗമായിരുന്നു നിങ്ങളുടെ മനസ്സിലെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിച്ചതുകൊണ്ട് അള്ളാഹു അവിടുന്ന് തരികയാണ്. അപ്പൊ അള്ളാഹു കുടുംബസമേതം ഇവിടെ ജീവിച്ച അതേ കുടുംബസമേതം അള്ളാഹു എന്തെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതിന് ചിലപ്പം ഭർത്താവ് കൂടുതൽ അർഹതയുള്ള പ്രവർത്തനങ്ങൾ, സക്കാത്തും സദക്കയും ഒക്കെ നിർവഹിച്ചിട്ടുണ്ടാവും. അത്ര ഭാര്യ നിർവഹിച്ചിട്ടുണ്ടാവില്ല, അത്ര മക്കൾ നിർവഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഭർത്താവിന്റെ സന്തോഷത്തിന്, ആനന്ദത്തിന്, കണ്ണിന്റെ കുളിർമയ്ക്ക് വേണ്ടി അവന്റെ മക്കളെയും അള്ളാഹു പരലോകത്ത് അത്രമാത്രം കർമ്മങ്ങൾ ഇല്ലെങ്കിലും പിതാവിന്റെ, ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ കർമ്മങ്ങളോട് ചേർത്ത് വെച്ച് മക്കളെയും ഭാര്യയെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും, അവരുടെ സന്തോഷത്തിന് വേണ്ടി. അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. നോക്കാം, അള്ളാഹു പറയുന്നു സൂറത്ത് തൂറിൽ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം, തീർച്ചയായും മുത്തഖീങ്ങൾ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ജീവിതത്തിൽ സ്ഥാനം കൽപ്പിച്ചവർ, ഫി ജന്നാത്തിൻ വനഈം, അവര് അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിലാണ്. ഇപ്പൊ പറഞ്ഞ എല്ലാ സൗകര്യത്തോടും കേട്ടോ. ഫാക്കിഹീന ബിമാ ആത്താഹും റബ്ബുഹും, അവര് ഫാക്കിഹീങ്ങളാണ്, സന്തോഷപുളകിതരാണ്. എന്താ കാരണം? ബിമാ ആത്താഹും റബ്ബുഹും, സ്വർഗലോകത്ത് അവർക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ കാരണത്താൽ. ഒരുപാട് അനുഗ്രഹങ്ങളോടുകൂടി ജീവിപ്പിക്കുകയാണല്ലോ. എന്നിട്ടല്ല പറയുന്നു വക്കാഹും റബ്ബുഹും അദാബൽ ജഹീം, മറുഭാഗത്ത് തഖ്വയില്ലാതെ ഭൂമിയിൽ ജീവിച്ച് ഭാര്യ ഭർത്താക്കന്മാർ അടിച്ചു പൊളിച്ച് വെറും ജീവിതത്തിന്റെ ആനന്ദം മാത്രം കണ്ടുകൊണ്ട് ജീവിച്ച ഒരു 95% ആളുകളും ദുനിയാവിലെ ആനന്ദം, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ആനന്ദത്തിന്റെ ലോകത്തേക്ക് കടന്നു കയറി പോവുകയാണ്. അപ്പോഴേ സന്തോഷം ദുനിയാവിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമ്മളുടെ ആഹ്റത്തെ നഷ്ടപ്പെടുത്തുക. കാരണം നമ്മൾ
ദുനിയാവിലെ ആഹ്ലാദവും സന്തോഷവും പങ്കിട്ടാൽ പോരാ. അങ്ങനെ ദുനിയാവിലെ ആഹ്ലാദവും സന്തോഷവും മാത്രം പങ്കിട്ട് റബ്ബിന്റെ കോടതിയിലേക്ക് മരിച്ചു പിരിഞ്ഞ കുടുംബാംഗങ്ങളെ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും. നേരെ മറിച്ച് തഖ്വയോട് കൂടി ജീവിച്ച കുടുംബാംഗങ്ങളെയോ അള്ള പറയുന്നു വക്കാഹും റബ്ബുഹും അദാബൽ ജഹീം, കത്തിയാളുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു തഖ്വയോടുകൂടി ജീവിച്ച ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ നരകത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും. എന്നിട്ട് അള്ളാഹു പറയും സ്വർഗത്ത് കയറ്റിയിട്ട് കുലു വഷ്റബു ഹനിഅ, മംഗളമായി സന്തോഷത്തോടുകൂടി ആഹ്ലാദപൂർവ്വം നിങ്ങൾ തിന്നുക കുടിക്കുക, ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ ആ രംഗത്ത് പ്രവർത്തിച്ചവരാണ്. ഈ സ്വർഗീയ ജീവിതം സന്തോഷകരമായി കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട്. മുത്തഖീന അലാ സുറുറിൻ മസ്ഫൂഫ വസവ്വജ്നാഹും ബിഹൂരിൻ ഐൻ, അല്ലാഹു നിരത്തിവെച്ച അനുഗ്രഹീതമായ പല്ലക്കുകളിൽ സന്തോഷത്തോടുകൂടി ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ കുടുംബസമേതം പരലോകത്തൊത്തുകൂടും. എന്നിട്ട് അല്ലാഹു പറയാ വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും, ഈമാനുള്ള മാതാപിതാക്കൾ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച മാതാപിതാക്കൾ അവരുടെ മക്കളെ അത്രമാത്രം അമൽസാലിയാത്ത് കൈമലില്ലെങ്കിലും ആ മക്കളെയും അള്ളാഹു ഈ മാതാപിതാക്കളുടെ സന്തോഷത്തിനും കുളിർമക്കും വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ മക്കളെയും കൂടി ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. ആലോചിച്ചു, നമ്മളെ മക്കൾ നമ്മൾ മരിച്ചു പിരിയുമ്പോൾ ഇനി എന്ന് കാണാം തഖ്വയുള്ളവരായി മരിച്ചവരാണോ, അള്ളാഹു ഈമാൻ നിലനിർത്തി മരിച്ചവരാണോ എങ്കിൽ നമുക്ക് നമ്മളുടെ മക്കളെ അള്ളാഹു അവിടുന്ന് ചേർത്ത് തരും. അൽഹക്കിനാഹും, നാം അവരെ ചേർത്ത് കൊടുക്കുന്നവരാണ്. ആർക്ക്? ഈമാനുള്ളവർക്ക്. വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും ബി ഈമാൻ, ഈമാനോടുകൂടി ജീവിച്ച, തമ്മാടികളായി ജീവിച്ച മക്കളല്ല, ഈമാനോടുകൂടി ജീവിച്ചു. പക്ഷേ മാതാപിതാക്കളുടെ അത്ര സൽക്കർമ്മം മക്കളുടെ കയ്യിലില്ല. എന്നാലും അള്ളാഹു എന്തെയും അതേ സ്ഥാനത്തേക്ക് മാതാപിതാക്കളുടെ സൽക്കർമ്മനിരതമായി ജീവിച്ച മാതാപിതാക്കളുടെ അതേ സ്ഥാനത്തേക്ക് മക്കളെയും ഉയർത്തും. അതിനാ മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമ ഉണ്ടാക്കാൻ അള്ളാഹു ചെയ്തു കൊടുക്കുക കേട്ടോ. ദുനിയാവിലുണ്ടായിരുന്ന മക്കളെ അൽഹഖ്നാഹും ബി ദുരിയത്തുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ, ഈ മാതാപിതാക്കളുടെ സൽക്കർമ്മങ്ങളിലേക്ക് മക്കൾ ഉയർത്തുമ്പോൾ മാതാപിതാക്കളുടെ ഒരു സൽക്കർമ്മത്തിന്റെയും പ്രതിഫലം അള്ളാഹു കുറക്കൂല. ഒട്ടും കുറക്കാതെ, മാതാപിതാക്കളുടെ സൽക്കർമ്മത്തിന്റെ പ്രതിഫലം ഒട്ടും കുറക്കാതെ മക്കളെയും കൂടി മാതാപിതാക്കളുടെ സന്തോഷവും ആനന്ദവും പരിഗണിച്ച് അള്ളാഹു ചേർത്ത് വെക്കും കേട്ടോ. എന്നിട്ട് അള്ളാഹു പറഞ്ഞാ അറിയാം വഅംദദ്നാഹും ബിഫാഖിയത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ, അവർക്ക് നാം യഥേഷ്ടം അംദദ്നാഹും ബിഫാഖിയ, എല്ലാവിധ പഴവർഗ്ഗങ്ങളും അനുഗ്രഹീതമായ സ്വർഗത്തോപ്പിലെ പഴവർഗ്ഗങ്ങൾ അള്ളാഹു അവർക്ക് നൽകും. വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള മാംസാഹാരവും സ്വർഗത്തിൽ ലഭിക്കും കേട്ടോ. എന്നിട്ട് അള്ളാഹു പറയാം അങ്ങനെ കുടുംബസമേതം നല്ല നല്ല ഫ്രൂട്ട്സും നല്ല നല്ല മാംസവും ഒക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ച മാതാപിതാക്കളും മക്കളും ഒരൊറ്റ മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് അല്ലാഹു പറയാ വഅഖ്ബല ബഅലുഹും അലാ ബഅലി യതസാഅലൂൻ, അവർ പരസ്പരം ദുനിയാവിൽ വെച്ച് ജീവിച്ച രൂപം അവിടെ വെച്ച് ചർച്ച ചെയ്യും. നമ്മൾ പള്ളിയിൽ പോയത്, നമ്മൾ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചത്, നമ്മൾ ഉംറക്ക് പോയത്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്തത്, അത് മാതാപിതാക്കൾ മക്കളോടൊപ്പം ഇവിടുന്ന് ചെയ്ത് അവിടുന്ന് ചർച്ച ചെയ്യും. നമ്മളിവിടെ എത്താണ്ടായ കാരണം ആരും അറിയാ? മാതാപിതാക്കൾ ഭാര്യയോടും മക്കളോടും. നേരെ മറിച്ച് ഇവിടെ അടിച്ചു പൊളിച്ച് ടൂറും എല്ലാവിധ ചാടിക്കളിയും ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടി വെറും ഇവിടുത്തെ സന്തോഷം മാത്രം ചിന്തിച്ച് ജീവിച്ച ഒരുപാട് കുടുംബങ്ങൾ ദുനിയാവിലുണ്ട്. അവരുടെ അവസ്ഥ ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, ഖുത്ബയുടെ സമയം പരിമിതമായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിലെത്തിയ ദമ്പതികൾ കുടുംബസമേതം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് അക്ബല ബഅലുഹും അലാ ബഅലി യതസാഅലൂൻ, പരസ്പരം ചർച്ച ചെയ്യും. എന്താ ചർച്ചയിലെ വിഷയം? അല്ലാഹു പറയാം ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ, കുടുംബത്തിൽ ജീവിച്ചപ്പോൾ നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടാ ജീവിച്ചത്.
ഞാൻ എൻ്റെ മക്കളെ അതിനാ പഠിപ്പിച്ച്, എൻ്റെ ഭാര്യനെ ഞാൻ അതിനാ ശീലിപ്പിച്ച്. അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുക, അതാ ഞാൻ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും ഞാനും നീയും നമ്മളെ മക്കളും പരലോകത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയത്. അതവർ പരസ്പരം ചർച്ച ചെയ്യും കേട്ടോ. എന്ന് മാത്രല്ല, ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂം. അതുകൊണ്ട് ഫമന്നല്ലാഹു അലൈനാ, അള്ളാഹു നമുക്ക് സ്വർഗത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകി. അപ്പോൾ ഈ സ്വർഗത്തിൽ നമ്മൾ ഇങ്ങനെ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മളുടെ ബന്ധുക്കൾ, നമ്മളുടെ കുടുംബങ്ങൾ, ദീനുമായി യാതൊരു ബന്ധവുമില്ലാതെ ദുനിയാവിൽ വെച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ച കുടുംബാംഗങ്ങൾ അപ്പുറത്ത് നരകത്തിന്റെ അതികഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് ഇവിടെ ഇന്ന് കാണും. അത് വേറൊരു ശിക്ഷ. നമ്മളെ സ്വന്തം രക്തം, നമ്മളെ സ്വന്തം നമ്മളുമായി ഈമാനില്ലാത്ത, നമ്മളത്ര തഖ്വയിലേക്ക് വരാത്ത, എന്നാൽ സൽക്കർമ്മം കുറഞ്ഞവരാണെങ്കിൽ അള്ളാഹു നമ്മളെ മക്കളെ സ്വർഗ്ഗത്തിൽ കയറ്റും. അല്ലേ? നമ്മളെയും നമ്മളുടെ കൂടെ തന്നെ. അതിലപ്പം നമ്മൾ പറഞ്ഞ് അങ്ങനെ സൽക്കർമ്മം കുറഞ്ഞാലും, കുറച്ചൊക്കെ സൽക്കർമ്മം കുറഞ്ഞാലും ഈമാന് താരാറ് പറ്റിയില്ലേ നമ്മളുടെ മക്കളെയും നമ്മളെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടും. ആ വിഭാഗം ആളുകളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുടെ ഏറ്റവും വലിയ മോഹതാണല്ലോ മരിച്ചു പിരിയുമ്പോൾ സാധാരണഗതിയിൽ മരണത്തിന്റെ അവസാന നിമിഷത്തിൽ മക്കളുടെ മുഖത്ത് നോക്കി ഇനി നമുക്ക് അവിടെ വെച്ച് കാണാം മക്കളെ എന്ന് പറയാൻ നമ്മളുടെ മനസ്സ് മുതിരും. അങ്ങനെയുള്ള കണ്ണും മുഖവുമായിരിക്കും യഥാർത്ഥത്തിൽ മരിക്കുമ്പോൾ. മനസ്സിലായോ? നമുക്ക് അവിടെ വെച്ച് കാണാം, കാണുന്ന അവസരം അപ്പൊ അല്ല പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അല്ല പറഞ്ഞെന്താ അറിയോ? വക്കാന അദാബസ്സമൂം, നമ്മളെ കൂടെ തഖ്വയില്ലാതെ ജീവിച്ച് മരിച്ചു പിരിച്ച നമ്മളുടെ സ്വന്തം ബ്ലഡ് റിലേഷൻസ് അവർ നരകത്തിലുണ്ട്. അവരിൽ നിന്ന് നമുക്ക് അള്ളാഹു രക്ഷപ്പെടുത്തേണ്ട രോമകൂപ്പങ്ങളിലേക്ക് തുളച്ചു കയറുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിച്ചു. ഇതൊക്കെയാണ് ചർച്ച. ഭാര്യയും ഭർത്താവും വല്ലാത്ത രംഗാത് കേട്ടോ. അങ്ങനെ രോമകൂപ്പങ്ങളെ തുളച്ചു കയറുന്ന ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദൂഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. അവർ പറയാണ് ചർച്ചയിൽ, ഇന്നാ കുന്നാ മിൻ ഖബ്ൽ, മരണത്തിന്റെ മുമ്പ് ദുനിയാവിൽ ജീവിച്ചപ്പോൾ നദൂഹു, നമ്മൾ അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു കേട്ടോ. നമുക്ക് അള്ളാനെ മാത്രമേ വേണ്ടൂ. നമ്മൾ അള്ളാനോട് അതായിരുന്നത് എല്ലാ കാര്യവും. ഇന്നഹു ഹുവൽ ബർറുർ റഹീം, അള്ളാഹു ഏറെ പുണ്യം ചെയ്യുന്നവനും ഏറെ കാരുണ്യം ചെയ്യുന്നവനും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വർഗത്തിലാണ് അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കുന്നത്. ഇത് അള്ളാഹു ഒരിടത്തല്ല, സൂറത്ത് റഅദിൽ അള്ളാഹു പറയുന്നു, ജന്നാത്തു അദിൻ, ശാശ്വതമായ സ്വർഗത്തിൽ യദ്ഖുലൂനഹ, മുത്തഖീങ്ങൾ അള്ളാഹു പ്രവേശിപ്പിക്കും. ഓമൻ സലഹ മിൻ ആബായിഹിം, ദുനിയാവിൽ വെച്ച് അള്ളാന്റെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായി ജീവിച്ച മാതാപിതാക്കളെയും വഅസ്വാജിയും, അവരുടെ ഇണകളെയും, ദുർരിയാത്തെയും, അവരുടെ മക്കളെയും, അള്ളാഹു നന്നായി ജീവിച്ച മക്കളെയും ഭാര്യനെയും ഭർത്താവിനെയും ഒക്കെ അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തോപ്പിൽ പ്രവേശിപ്പിക്കും എന്ന് സൂറത്ത് റഅദിൽ. അതുപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിൽ പറയുന്നു, റബ്ബ് നമ്മൾ അങ്ങനെ സ്വർഗത്തിൽ കുടുംബസമേതം ഭാര്യയും ഭർത്താവും മക്കളും ഒത്തുചേരാൻ വേണ്ടി ഇപ്പോൾ റബ്ബിന്റെ ഏറ്റവും അനുഗ്രഹീതരായ മലക്കുകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമുക്ക് വേണ്ടി, നമ്മൾ ആ സ്വർഗത്തിൽ ഭാര്യയും മക്കളും ഒന്നായിട്ട് ഒത്തുചേരാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ. കേട്ടോളൂ നിങ്ങൾ, സൂറത്ത് ഗാഫിറിൽ അള്ളാഹു പറയുന്നു മലക്കുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തു അദ്ൻ, അള്ളാഹുവേ നിന്നെ സൂക്ഷിച്ച് ജീവിച്ച ഈമാനോടുകൂടി മരിച്ചു പിരിഞ്ഞ ഈ ദമ്പതികളെ, ഈ കുടുംബാംഗങ്ങളെ, ഈ മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും എല്ലാവരെയും പഠിച്ചവനെ അദ്ഖിൽഹും ജന്നാത്തു അദ്ൻ, ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. അല്ലത്തി വാഴ്ത്തവും, അള്ളാഹുവെ നീ അതാണല്ലോ അവർക്ക് വാഗ്ദാനം ചെയ്യുക, അതിൽ നീ അവരെ പ്രവേശിപ്പിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ഓമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം, നന്നായി ജീവിച്ച മാതാപിതാക്കളെയും അതോടൊപ്പം അവരുടെ ഇണകളെയും ദുർരിയാത്തെയും, അവരുടെ മക്കളെയും ആരാ പ്രാർത്ഥിക്കുന്നു? മലക്കുകൾ. നമ്മളുടെ ഭാര്യമാരെ, നമ്മളുടെ മക്കളെ, നമ്മളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും അള്ളാഹുവെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് നമ്മൾ തഖ്വയോടും ഈമാനോടും കൂടി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും കേട്ടോ. പിന്നെ ഇന്നക അൻതൽ അസീസുൽ ഹക്കീം, അള്ളാഹുവെ നീ പ്രതാപശാലിയും തത്വജ്ഞാനിയുമാണ്. റഹ്മാനായ റബ്ബ് അത്തരം ആ നിലക്ക് സ്വർഗീയമായ ജീവിതം നമുക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ കുട്ടികൾക്കും ഒക്കെ നൽകി ഒരൊറ്റ മേശയ്ക്ക് ചുറ്റും
ദുനിയാവിൽ വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്ന ആ സ്വർഗത്തോപ്പിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് നമ്മളെല്ലാം എത്തുമ്പോൾ തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ, ഖൈറായി ജീവിച്ച, കുടുംബത്തെ സ്വർഗത്തിലേക്ക് നയിച്ച, അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ, അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത മാതാപിതാക്കളും മക്കളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. അവരുടെ ഇവിടെ വെച്ചുള്ള കർമ്മരേഖ, ഇവിടുന്ന് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു കർമ്മരേഖ അള്ളാഹു നമുക്ക് പരലോകം നൽകും, ഒരു രജിസ്റ്റർ. നമ്മൾ ഇതുവരെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതപ്പം ഞാൻ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, എന്താ എന്റെ ലക്ഷ്യം, നിങ്ങൾ ഇവിടെ വന്നതിന്റെ ലക്ഷ്യം ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ രേഖപ്പെടുത്തിയ ഒരു റെക്കോർഡ് പരലോകത്ത് വെച്ച് അള്ളാഹു നമുക്ക് നൽകും. നമ്മൾ മരിക്കുന്നത് വരെ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങളും എല്ലാ സൽക്കർമ്മങ്ങളും. അപ്പൊ ദുഷ്കർമ്മങ്ങൾ അള്ളാഹു പലപ്പോഴും ദുനിയാവിൽ വെച്ച് തന്നെ നമുക്ക് മാപ്പ് തന്നിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ കഴിയും. കാരണം നമ്മൾ ചെയ്ത തിന്മകൾ പരസ്യപ്പെടുത്താതിരുന്നാൽ റബ്ബ് പരലോകത്തിന് ആ തിന്മ പരലോകത്ത് അള്ളാഹു കൊണ്ടുവന്ന് ബില്യൺ കണക്കിന് ആളുകളുടെ മുമ്പിൽ അത് പരസ്യപ്പെടുത്തൂല. അപ്പൊ അള്ളാഹ് പറയും, ഞാൻ ദുനിയാവിൽ വെച്ച് നിനക്കത് മറച്ചു വെച്ചു, അതുകൊണ്ട് അള്ളാഹു പരലോകത്ത് നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു കേട്ടോ. ആ വിഭാഗം ആളുകളിലെങ്കിലും നമ്മൾ പെടണ്ടേ? അതിനൊക്കെ വേണ്ടിയുള്ള അധ്വാനത്തിലായിരിക്കണം. അതുകൊണ്ട് അത്തരം ആളുകളെ പറ്റി അള്ളാഹു പറയുന്നത്, അവർ ചെയ്ത കർമ്മരേഖ അള്ളാഹു നൽകുക. സൂറത്ത് ഇൻഷിഖാഖിൽ അള്ളാഹു പറയുന്നു, വഅമ്മാമൻ നൂതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. പരലോകത്ത് വെച്ച് വലത് കൈയിൽ എന്റെയും നിങ്ങളുടെയും കർമ്മരേഖ, നമ്മൾ ഇവിടുന്ന് ദുനിയാവിൽ ചെയ്ത പ്രവർത്തനത്തിന്റെ റെക്കോർഡ് നമ്മളുടെ വലത് കൈയിൽ നൽകുകയാണെങ്കിൽ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, വളരെ ലളിതമായൊരു വിചാരണ, ലളിതമായ ഒരു വിചാരണ മാത്രമേ ഉണ്ടാവും, വേറൊന്നുണ്ടാവില്ല. എന്നാലോ അത്തരം ആളുകൾ വയങ്കലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, സ്വന്തം കുടുംബത്തിലേക്ക് അവർ സന്തോഷപൂർവ്വം ആനന്ദത്തോടുകൂടി വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിച്ച് സ്വന്തം കുടുംബങ്ങളിലേക്ക് പോകും. എന്നാലോ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവരല്ലാഹു പറയുന്നു വഅമ്മാമൻ നൂതിയ കിതാബഹു വറാഅ ലഹരി, നമ്മളുടെ പിൻഭാഗത്തുകൂടെ, നമ്മൾ നിൽക്കുന്നതിന് നേരെ പിൻഭാഗത്തുകൂടെ നമ്മുടെ കർമ്മരേഖ നൽകും അള്ളാഹു. അങ്ങനെയാണെങ്കിലോ അപ്പൊ അവര് ഫസൗഫ യദ്ഉ സുബൂറ, അവിടെ വെച്ച് മരിക്കാൻ വേണ്ടി ദ്വാരക്കും. കാരണം മുന്നിൽ ഗർജിച്ചുകൊണ്ടിരിക്കുന്ന നരകം ഓന് പോകാനുള്ളത്. അപ്പോഴാണ് പടച്ചോനെ ഇവിടെ ചെന്ന് മരിച്ചാൽ മതി, നരകത്തിലേക്ക് പോകണ്ടില്ല എന്ന് നാശത്തിനായി പ്രാർത്ഥിക്കും കേട്ടോ. എന്നാലോ അള്ളാഹു പറയുന്നു വയസ്ല സൈറ, അങ്ങനെ മരിക്കൊന്നുമില്ല, മരിക്കാൻ പ്രാർത്ഥിച്ചോണ്ട് അള്ളാഹ് പ്രാർത്ഥന അല്ല കബൂലാക്കൂല. വയസ്ല സൈറ, കരിച്ചു കളയുന്ന നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കും കേട്ടോ. ഇടത് കൈയിൽ കിട്ടിയാൽ അള്ളാഹു വലത് കൈയിൽ കർമ്മരേഖ നൽകാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു പറയുന്നു, അവര് എന്താ കാരണം ഈ ഇടത് കൈയിൽ പിൻഭാഗത്തുകൂടെ കർമ്മരേഖ വാങ്ങി നരകത്തിലേക്ക് പോകാണ്ടായ കാരണം അല്ല പറയാ, ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ, ദുനിയാവിൽ ജീവിച്ച നാളിൽ മക്കളുടെയും കുടുംബത്തിന്റെയും ഭൗതിക സന്തോഷം മാത്രം ലക്ഷ്യം വെച്ച് ഓടി നടന്നതാണ്. അങ്ങനെയുള്ളതല്ലേ ഇപ്പം നമ്മളൊക്കെ ആണോ? മക്കളുടെയും ഭാര്യയുടെയും ഒക്കെ ഭൗതിക സന്തോഷം, അതാണ് മസ്റൂർ, അങ്ങനെ ഉണ്ടാകുക. അല്ല പറയാ ഇന്നഹു ലന്ന അല്ലൻ യഹൂറ, ആ സന്തോഷിക്കുമ്പോൾ, ആ ആനന്ദിക്കുമ്പോൾ, ആ പുളവും കൊള്ളുമ്പോൾ ഓൻ ഓർത്തില്ല അല്ലൻ യഹൂറ, എന്റെ അടുത്തേക്ക് മടങ്ങി വരേണ്ടി വരും, റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങി വരും എന്ന ചിന്ത അവനുണ്ടായില്ല. ഇന്നഹു ലന്ന അല്ലൻ യഹൂറ ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങളും റബ്ബ് സുബ്ഹാനഹു തആല നേർക്ക് നേർ കണ്ടിട്ടുണ്ട്. ബസീറ റബ്ബ് കേട്ടോ. അപ്പം എവിടും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ആയത്ത് ഓതിയതിനു ശേഷം റസൂലുള്ള ആയത്തിനൊന്ന് വ്യാഖ്യാനിച്ചു. അതെങ്ങനെ അറിയോ? ആയിഷ ബീവി പറയാണ്, അന്നൻ നബി ഇസ്ലാം കാല ലൈസ അഹദുൻ യുഹാസബു യൗമുൽ ഖിയാമ, ഖിയാമ നാളിൽ വിചാരണ പൂർണ്ണമായി നടത്തിയാൽ ഇല്ലാ ഹലക് എന്ന് റസൂലുള്ള പറഞ്ഞു. ഓ നശിച്ചു തന്നെ, ഓൻ കുടുങ്ങി. നിർത്തിയിട്ട് കണക്ക് ചോദിച്ചാൽ, നമ്മളുടെ ജീവിതത്തിന്റെ കണക്ക് നമ്മളെ നിർത്തി അല്ലാഹു ചോദിച്ചാൽ കുടുങ്ങി, പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഴിച്ചിട്ടാവില്ല. അപ്പോ
ആയിഷാബി പറയാ, കുൽത്തു, ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അവലൈസ യഖൂലുല്ലാഹ് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, പ്രവാചകരെ, അള്ളാഹു പറഞ്ഞിട്ടില്ലേ വലതു കൈയിൽ കർമ്മരേഖ കിട്ടിയാൽ ലളിതമായ വിചാരണ ഉണ്ടാവുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെങ്ങനെ നമ്മൾ പെട്ടുപോകുന്നത് എന്ന് റസൂലുള്ളാഹ് എന്നോട് ആയിഷാ ബീവി ചോദിച്ചു. ഫഖാല, അപ്പം റസൂലുള്ളാഹ് പറഞ്ഞു, ഇന്നമാ ദാലിക്കൽ അറൽ, വലതു കൈയിൽ കർമ്മരേഖ ലഭിച്ചാൽ വിചാരണ എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കിയിട്ടല്ല, അതൊരു പ്രദർശനം മാത്രമാണ്, ഒരു കാണിച്ചു തരല്. നമ്മൾ ചെയ്ത എല്ലാ തെറ്റും നമുക്ക് കാണിച്ചു തരാ, നമ്മൾ ചെയ്ത എല്ലാ ശരിയും നമുക്ക് കാണിച്ചു തരാം. അതാണ്, അതൊരു വിചാരണ അല്ല, അതൊരു കാണിച്ചു തരല. ഇവിടുന്ന് ചെയ്തൊക്കെ ഇപ്പം നമ്മൾ മറന്നില്ലേ, എല്ലാം നന്മയായാലും തിന്മയായാലും മറന്നു പോകും. പക്ഷെ അവിടെ എത്തുമ്പോൾ എല്ലാം കാണിച്ചു തരും, ഇത് ചെയ്തു. എന്നിട്ട് പറയും, അമിൽത്ത കഥാവക്കഥ, ഇന്നാലിന്ന ദിവസം നീ ഇന്നൊക്കെ ചെയ്തു, നന്മയായാലും തിന്മയായാലും. അല്ലേ, വല്ലാത്തൊരങ്ങാത്. ഇപ്പോഴൊക്കെ അത് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവും, പഠിച്ചോനെ അതൊക്കെ എളുപ്പം അള്ളാഹ്ക്ക് കഴിയും. കാരണം എന്താ, മനുഷ്യബുദ്ധി പോലും കോടാനുകോടി മൈൽ അപ്പുറമുള്ള നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് കാണാനുള്ള അവസരം നമ്മൾക്കിപ്പോൾ ഉണ്ട്, നമ്മളെ ബുദ്ധിയുണ്ട്. പിന്നെ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, നിനക്ക് കാണിച്ചു തരും, നീ ചെയ്ത്. വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു തആല കാക്കുമാറാകട്ടെ. അപ്പോ റസൂലുള്ള പറഞ്ഞു, അതെന്താണ്, ഒരു വെറും പ്രദർശന. പിന്നെന്താ, വലാക്കിൻ, എന്നാൽ മൻ നൂക്കിഷ ഫിൽ ഹിസാബ്, കണക്ക് കൃത്യമായി അള്ളാഹു നോക്കിയ യഹ്ലി, കുടുങ്ങി, പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ കണക്ക് കൃത്യമായിട്ടാണ് ചോദിക്കും. ഏത്, ഓരോ രംഗവും ഓരോ വിഷയവും, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി, വാൻ മാലി, ചോദ്യം ഒന്നാതാ, മിന്നതിന് എക്തസഭ, എവിടുന്ന് സമ്പാദിച്ചു, ആരൊക്കെ വഞ്ചിച്ചു, ആരൊക്കെ പറ്റിച്ചു. ഇപ്പൊ ഇവിടുന്ന് ദുനിയാവിന്ന് പണം ഉണ്ടാക്കുമ്പോൾ ആലോചിക്കൂല, എങ്ങനെ കിട്ടിയാലും വേണ്ട, നമ്മൾ എന്താണ് കിട്ടിയാൽ മതി. പൈസക്ക് വേണ്ടിയിട്ട് നാവിട്ട് നക്കുകയാണ്, പക്ഷെ അറിയുന്നില്ല ഇതിനൊരു ചോദ്യമുണ്ട് കേട്ടോ, മറക്കണ്ട. മിന്നതിന് എക്തസഭ, അതെവിടുന്ന് സമ്പാദിച്ചു. പിന്നെ അതിന് അംഫക്ക്, അതെവിടെ ചെലവഴിച്ചു. അടുത്ത ചോദ്യം, നമുക്കിഷ്ടത്തിന് ചെലവാക്കാൻ പറ്റില്ല, ചെലവാക്കിയാൽ കണക്ക് കൊടുക്കണം. ഇപ്പൊ നമ്മളെ പൈസയാണ്, എന്റെ പൈസയാണ്, ഞാൻ ചെലവാക്കും, അനക്കെന്താന്ന് ചോദിക്കണ്ട, റബ്ബ് ചോദിക്കും കേട്ടോ. പിന്നെ അള്ള തന്ന ആരോഗ്യം, അതെന്തിൽ ചെലവഴിച്ചു, അള്ള തന്ന അറിവ്, അതെന്തിൽ വിനിയോഗിച്ചു, എല്ലാത്തിനും ചോദ്യമുണ്ട്. അങ്ങനെ ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസ്, ആദമിന്റെ മക്കൾക്ക് 5 കാര്യത്തിന് അള്ളഹാനോട് ഹിസാബ് പറയാണ്ട് ഒരടി മുന്നോട്ട് വെക്കാനോ പിന്നോട്ട് വെക്കാനോ കഴിയില്ല. അതിലൊന്നാണ് സമ്പത്ത് കേട്ടോ, മറ്റൊന്നാണ് ആരോഗ്യം, യൗവനം. യൗവനൊന്നും നമുക്ക് തോന്നിയ പോലെ NDMയും ഇപ്പൊ എല്ലാ ആളുകളും അങ്ങനെയാണല്ലോ. ഇപ്പൊ ടീച്ചർമാർ വരെ, മക്കളെ നന്നാക്കേണ്ട ആളുകൾ പോലും NDMന്റെ വ്യവസായികളായി മാറുന്ന ഒരു ദയനീയമായ കാലഘട്ടം. വല്ലാത്ത അത്ഭുതം അല്ലേ. നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ലഭിക്കാൻ അല്പം പ്രയാസമുള്ള കാല അല്ലേ. മഹാനായ ഉമറുല്ലാഹു അള്ളഹാനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ, അലങ്കരിച്ച ദുനിയാവിൽ നിന്ന് അള്ളാഹുവേ നീ എന്റെ സ്വർഗം നഷ്ടപ്പെടുത്തി കളയരുത്. അന്നത്തെ കാലത്ത് അലങ്കരിച്ച ദുനിയാവേ. ഇന്നെന്ത് പ്രാർത്ഥിക്കും? ഇന്ന് നമ്മളെ ജീവിതത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന ദുനിയാവാ, എവിടെ തിരിഞ്ഞാലും അല്ലേ. നമ്മളുടെ ജീവിതം, യൗവനം ശരിക്ക് നഷ്ടപ്പെടുത്തി കളയും. ഒരുപാട് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടികൾ ചുണ്ടിൽ ചായം തേച്ച് മുടിയെല്ലാം വടിയാക്കി അതിനിങ്ങനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി. എന്നാലോ മയ്യത്ത് കഫൻ ചെയ്യാൻ നേരത്ത് ബ്യൂട്ടി പാർലർമാർ വരണ്ട, വേണോ? കല്യാണത്തിന് തലേന്നാര് വരണം? ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ടാ മുഖത്ത് ചായം തേക്കുന്നത് അല്ലേ. പിന്നെ മിഠായി കൊടുക്കൽ ഒന്നും ഇപ്പൊ പറയുന്നില്ല. കാരണം ഒരു പെട്ടിയും വണ്ടിയും ഓനും ഓന്റെ ഫ്രണ്ട്സും. ഇപ്പൊ നമ്മൾ ഇനിയൊന്ന് ആയത്തൊന്നും കൂടി കേട്ടു, ഈ സുഹൃത്തിലെ സുഹൃത്തുക്കൾ നാളെ പരലോകത്ത് ശത്രുക്കളാവും. ഈ സുഹൃത്തുക്കൾ ഏത് മുട്ടായി പൊഴിയിട്ട് നടന്നേ കേട്ടോ. അന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ പടക്കം പൊട്ടിക്കല് അല്ലേ, ഇതൊക്കെയാണ് മുത്തക്കീങ്ങൾ. നമ്മളെ യുവാക്കളുടെ അവസ്ഥ ഇത്. ചിലവരെന്ത് പറയും, മൗലവി കല്യാണല്ലേ, ആനന്ദിക്കണ്ടേ, ആനന്ദിച്ചോളി, വരുമല്ല. അതാണ് അള്ളാഹ് പറഞ്ഞത്.
അതൊരാണ്ടത്തിൽ നിൽക്കൂല. ഇവിടെ നമ്മൾ മുളയിൽ നുള്ളിയിട്ടില്ലെങ്കിൽ അതിന്റെ അപ്പുറം അത് വരിക. മനസ്സിലായോ? ഇങ്ങനെയെങ്കിലും നമ്മളെ യുവാക്കൾ അള്ളാഹിന്റെ മാർഗത്തിൽ ഒതുങ്ങി ജീവിക്കണേ കാരണം വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും ഇത്തരം നിർദ്ദേശങ്ങൾ സമൂഹത്തിലേക്ക് ഒഴുകി നടക്കുന്നുണ്ടാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ, ഒരുപാട് യുവാക്കൾ അള്ളാഹിനെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചും സ്വർഗനരകങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ പോലും അവസരമുണ്ടാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കഠോരമായ നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുകയും കുടുംബസമേതം സ്വർഗത്തിലെത്തിച്ചേരാൻ അള്ളാഹു അതിന്റെ ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാകട്ടെ. വന്നുപോയ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുറാഹിമിനായ തമ്പുരാൻ അവന്റെ മഹത്തായ മഹലായ ഫഅലുകൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആരോഗ്യമില്ലാതെ രോഗികളായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ ദാസന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പിന്റെ 8 കവാടങ്ങളിൽ ഏതെങ്കിലും ഒരു സ്വർഗ കവാടത്തിൽ കയറിപ്പറ്റാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. നിത്യരോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി ആനന്ദ ജീവിതം നൽകുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത് ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.